ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ പാഞ്ചാലിമേട്ടിൽ നിന്നും ഇനി നമ്മുടെ യാത്ര പരുന്തുംപാറയിലേക്കാണ്. പാഞ്ചാലിമേട്ടിലെ വീഡിയോ നിങ്ങൾ കണ്ടില്ല എങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിലെ വീഡിയോ കാണുക. മനോഹരമായ ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കൊല്ലം തേനി ഹൈവേ കൂടിയാണ്, അല്ലെങ്കിൽ കോട്ടയം കുമളി റോഡ്, KK റോഡ് എന്നും പറയും. പീരുമേട്ടിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരമുണ്ട് പരുന്തുംപാറയിലേക്ക്. ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആണ് പരുന്തുംപാറ. വഴിയൊക്കെ കുറച്ച് മോശമാണ്, റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. പോകുന്ന വഴിയിൽ റോഡിന് 2 വശവും ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ കാണുവാൻ സാധിക്കും. കൊച്ചിയിൽ നിന്നും ഏകദേശം 130-135 കിലോമീറ്റർ ദൂരവും തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 180-185 കിലോമീറ്റർ ദൂരവുമുണ്ട്. കുമളി തേക്കടി വഴിയാണ് വരുന്നത് എങ്കിൽ 20-25 കിലോമീറ്റർ ദൂരവും ഉണ്ട്. വളരെയധികം സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് പരുന്തുംപാറ. അങ്ങനെ നമ്മൾ പരുന്തുംപാറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റോ പാസോ ഒന്നും എടുക്കേണ്ടതില്ല. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പരുന്തുംപാറ. 2-3 പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് ഭയങ്കരമായിട്ട് കോടമഞ്ഞ് മൂടി പ്രകൃതി ഭംഗിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. അതിനാൽ തന്നെ നമുക്ക് അങ്ങ് ദൂരെയുള്ള മലനിരകളും വനങ്ങളും എല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ട്. ശാന്തമായ പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടം. ഏറ്റവും ഉയർന്ന ഒരു പ്രദേശമായതിനാൽ എപ്പോഴും നല്ല കാറ്റ് വീശുന്ന സ്ഥലവുമാണ് ഇവിടം. ചില സമയം ഈ പ്രദേശമാകെ കോടമഞ്ഞ് മൂടിക്കിടക്കുകയായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ അത് മാറുകയും പ്രകൃതി ദൃശ്യം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണുവാൻ അല്ലെങ്കിൽ ആസ്വദിക്കുവാൻ കഴിയുന്നതുമാണ്. ചില സ്ഥലങ്ങൾ വളരെ അപകടം പിടിച്ചതാണ്. അതിനാൽ തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾ സൂക്ഷിക്കേണ്ടതാണ്. ഉയർന്ന പ്രദേശം ആയതിനാൽ തന്നെ നമുക്ക് അങ്ങ് ദൂരെയുള്ള പ്രദേശങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് എങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ ശബരിമല വനങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ശബരിമലയിലെ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് അന്നേ ദിവസം ഇവിടെ നിന്നാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്ന പാറയ്ക്ക് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ രൂപസാദൃശ്യം ഉള്ളതായി പറയപ്പെടുന്നു. ഉയർന്ന പ്രദേശമായതിനാൽ തന്നെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ സൂര്യാസ്തമനം വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഉയർന്ന പ്രദേശമായതിനാൽ പരുന്ത് കാണുന്നത് പോലെ താഴ്വാരമെല്ലാം കാണാൻ സാധിക്കുന്നു എന്നതിനാലാണ് ഈ സ്ഥലത്തിന് പരുന്തുംപാറ എന്ന പേര് വരാനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നത്. ചില സമയം ഇവിടമാകെ കോടമഞ്ഞ് മൂടിക്കിടക്കുകയായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം.
ഫാമിലിയായിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെയും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് പരുന്തുംപാറ. നിങ്ങൾക്ക് ട്രക്കിംഗ് ഇഷ്ടമാണ് എങ്കിൽ തീർച്ചയായും വരണം. ട്രക്കിങ്ങിന് പേരുകെട്ട ഒരു സ്ഥലവുമാണ് ഇവിടം. കൂടാതെ ഓഫ് റോഡിനും കൂടി പറ്റിയ സ്ഥലമാണ് പരുന്തുംപാറ. വളരെയധികം മലയാള സിനിമകൾ ചിത്രീകരിച്ച ഒരു പ്രദേശവും കൂടിയാണ് പരുന്തുംപാറ. കുറച്ചു ദൂരം റോഡ് ടാറല്ല, കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഉച്ച സമയം ആയതുകൊണ്ടാവാം സഞ്ചാരികൾ വളരെ കുറവാണ്. കൂടാതെ കടകളും കുറവാണ്. കോവിഡിൻ്റെ സമയമായതുകൊണ്ടാവാം കടകൾ ഒന്നും തുറന്നിട്ടില്ല. 2-3 കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. നിങ്ങൾ ഇതുവരെ ഈ പ്രദേശം സന്ദർശിച്ചിട്ടില്ല എങ്കിൽ വരിക. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് പരുന്തുംപാറ. ഇത്രയുമൊക്കെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്കും ഷെയറും ചെയ്യുക.